ഹലോ വെൽക്കം ടു അഖിലാസ് വ്ളോഗ്സ് ആൻഡ് വോഗ്. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് എല്ലാവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ്. ഫിറ്റഡ് ബെഡ്ഷീറ്റ് നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അതായത് ബെഡ്ഷീറ്റ് ബെഡിൽ ചുളിയില്ല, അറ്റത്തുനിന്ന് വിട്ടുപോരില്ല, അവിടെയും ഇവിടെയും മടങ്ങിക്കിടക്കില്ല, വളരെ നീറ്റായിട്ട് കിടക്കും. അപ്പോൾ നോക്കാം എങ്ങനെയാണെന്ന്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കിങ് സൈസിലൊരു ബെഡ്ഷീറ്റാണ്. അപ്പോൾ അതിൻ്റെ സൈസ് ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് സൈസായാലും കുഴപ്പമില്ല, നമ്മുടെ ബെഡിൻ്റെ സൈസ് നമ്മൾ ആദ്യം എടുത്തിരിക്കണം. അപ്പോൾ കോർണർ ഒഴിവാക്കിയിട്ട് എടുക്കുക. അപ്പോൾ എൻ്റെ ബെഡിൻ്റെ ഞാൻ 80 ഇഞ്ചസാണ് ലെങ്ത്ത് വരുന്നത്, 72 ഇഞ്ചസാണ് വിഡ്ത്ത് വരുന്നത്. അപ്പോൾ കോർണർ ഇങ്ങനെ റൗണ്ടായിട്ടല്ലേ എല്ലാ ബെഡിൻ്റെയും വരുന്നത്. അപ്പോൾ കോർണറിൽ നിന്ന് ഇത്തിരി കയറ്റിയിട്ട് മെഷർമെൻറ്റ് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം ഞാനിതിനെ 4 ആക്കി മടക്കിയിട്ട് വെച്ചിട്ടുണ്ട്. നല്ല വശം ഉള്ളിലേക്കാക്കി 4 ആയി മടക്കിയിട്ടുണ്ട്. അപ്പോൾ ഫ്രീ ആയിട്ടുള്ള കോർണർ ഇതാണ് 4 ഉള്ളത്. ഇതിൻ്റെ ലെങ്ത്ത് ഏതാണ് ബ്രെഡ്ത്ത് ഏതാണെന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം ആദ്യം. അപ്പോൾ ഞാനിപ്പോൾ ടേപ്പ് കാണിച്ചിരിക്കുന്നത് ലെങ്ത്ത് വൈസാണ്. അതിൽ ഞാൻ ബെഡിൻ്റെ ലെങ്ത്ത് ബൈ 2, അതായത് 80/2 40 ഇഞ്ചസ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഫ്രീ കോർണറിൽ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി വിഡ്ത്ത് ഐഡൻറ്റിഫൈ ചെയ്തു. കുറവുള്ളത് വിഡ്ത്തും കൂടുതലുള്ള ലെങ്ത്തും ആയിരിക്കും. അപ്പോൾ ഇത് വിഡ്ത്താണ്. വിഡ്ത്തിൽ ഹാഫ് അല്ലേ വേണ്ടുള്ളൂ, അതായത് 72/2 36 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്ന, ഈ 2 ലൈനും കൂടെ ജോയിൻ ചെയ്തിട്ട് നമുക്കൊരു കോർണറിൽ ഒരു ബോക്സ് കിട്ടും. ആ ബോക്സ് ഷേപ്പിൽ അല്ലെങ്കിൽ ആ റെക്റ്റാങ്കിളിൽ നമ്മൾ നന്നായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളതിന് ഇതിൻ്റെ പുറമേക്ക്, അതായത് ബെഡ്ഷീറ്റിൻ്റെ ഉള്ളിലേക്കല്ല പുറത്തേക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെയാണ് കട്ട് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അവിടെ കംപ്ലീറ്റ് ആയിട്ട് ആ കോർണർ കട്ട് ചെയ്ത് മാറ്റുക. ഇപ്പോൾ ഇതാ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത്, ഇനി ഫസ്റ്റ് കോർണർ എടുത്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ കോർണറിൽ നല്ല വശം ഉള്ളിലേക്കാക്കിയിട്ട് മടക്കുകയാണ്. നമ്മളുടെ ഈ കോർണർ, അതായത് വെട്ടി മാറ്റിയ ഈ മൂലയുണ്ടല്ലോ, റെക്റ്റാങ്കിളിൻ്റെ ആ മൂല, അവിടെ ഒരുമിച്ച് വെക്കുക. അറ്റമല്ല ഒരുമിച്ച് വെക്കേണ്ട, അറ്റം ഒന്നൊന്നിലധികം എന്നാലും കുഴപ്പമില്ല. അതിപ്പോൾ നമ്മൾ ബോദർ ചെയ്യേണ്ട കാര്യമില്ല, ഞാൻ പിന്നെ പറഞ്ഞു തരാം. അപ്പോൾ കോർണർ ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക മാർക്ക് ചെയ്ത് 1/2 ഇഞ്ചിൽ കൂടെ. അതേപോലെ എല്ലാ 4 കോർണറും അതുപോലെ തന്നെ ചെയ്യുക. ബെഡ്ഷീറ്റിൻ്റെ നല്ല വശം ഉള്ളിലേക്ക് മടക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ 4 വശവും നമ്മളിങ്ങനെ ചെയ്യണം, 4 കോർണറും ഇങ്ങനെ ചെയ്യണം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം, ഒരു കോർണർ സാമ്പിൾ കാണിച്ചു തരാം. അപ്പോൾ ഈ മൂലയ്ക്കിൽ നമ്മൾ ഒരുമിച്ച് വെച്ചു. എന്നിട്ട് ഈ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തതിൽ കൂടെ അങ്ങ് തുന്നി കൊടുക്കുകയാണ്. അപ്പോൾ അറ്റത്ത് ഡബിൾ സ്റ്റിച്ചിട്ട് സെക്യൂർ ചെയ്ത് വയ്ക്കാൻ മറക്കരുത്. കാരണം ഇത് നമ്മളിങ്ങനെ ഫിറ്റായിട്ട് കിടക്കുമ്പോൾ നമ്മളതിൽ ബെഡ് ഉപയോഗിക്കുന്ന സമയത്ത് സ്റ്റിച്ച് വിടാൻ കാരണമാവരുത്. അതേപോലെ ഇവിടെ ഇപ്പോൾ ഒരെണ്ണം കഴിഞ്ഞ് ഒരെണ്ണം എക്സ്ട്രാ നിൽക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടി ഉള്ള അവസാന എൻഡിൽ നന്നായിട്ട് സെക്യൂർ ചെയ്ത് വെക്കുക. അറ്റം വരെയല്ല, ഉള്ളിലത്തെ ചെറിയ അറ്റത്ത് ഞാൻ നന്നായിട്ട് ഡബിൾ സ്റ്റിച്ച് ഇട്ടു. അപ്പോൾ ഇതിനെ നമുക്കിങ്ങനെ മറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പോക്കറ്റ് പോലെ ഒരു കോർണറായിട്ട് അത് കിട്ടും. അങ്ങനെ കിട്ടണം. അങ്ങനെ 4 സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ഇതാണ് നമ്മൾ റീസെൻ്റ്ലി ചെയ്ത സ്റ്റിച്ച്. ഇനി ആ സ്റ്റിച്ചിൽ നമ്മൾ അറ്റമാണ് ഞാൻ മേലെ വെച്ചിട്ടുള്ളത്, ബെഡ്ഷീറ്റിൻ്റെ ഫ്രീ അറ്റമാണ് മേലെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരെണ്ണം അധികം ഒരെണ്ണം കുറവല്ലേ ഉള്ളൂ. അപ്പോൾ കുറവുള്ളതിൻ്റെ അതേ ലൈനിൽ കൂടുതലുള്ളതിൽ ഞാനൊരു മാർക്ക് വരച്ച് കൊടുക്കുന്നുണ്ട്. അവിടെ നിങ്ങളുടെ അധികം ഉള്ളത് നമുക്ക് എക്സസ് ആയിട്ടുള്ളത് നമുക്ക് ആവശ്യമില്ല. പക്ഷേ അതവിടെ കിടന്നോട്ടെ, വെട്ടി മാറ്റുന്നൊന്നുമില്ല. എന്നിട്ട് ആ സ്റ്റിച്ചിൽ നിന്ന് 10 ഇഞ്ചസിൽ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. അത് എവിടെയാണ് മാർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഈ വരച്ച ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് താഴേക്ക് മാറ്റിയിട്ട് അതിന് താഴേക്കൊരു 1/2 ഇഞ്ച് നീളത്തിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് 4 എലാസ്റ്റിക് പീസസ് വേണം. 8 ഇഞ്ച് നീളത്തിലുള്ള 4 എലാസ്റ്റിക് പീസസ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒരെണ്ണം എടുക്കുക. ഒരെണ്ണം എടുത്തിട്ട് ഇപ്പോൾ നമ്മൾ ഈ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അവിടെ ഒരു എലാസ്റ്റിക്കിൻ്റെ ഒരറ്റം വെച്ചിട്ട് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 3, 4, 5 സ്റ്റിച്ച് ഇട്ടിട്ട് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ബെഡ്ഷീറ്റിൻ്റെ എഡ്ജ് നമ്മൾ കണക്കാക്കി മേലെ വരച്ച വരയുണ്ടല്ലോ, അതിൽ നിന്ന് 1/4 ഇഞ്ച് താഴെയാണ് ഇപ്പോൾ ഞാൻ എലാസ്റ്റിക് പിൻ ചെയ്തിട്ടുള്ളത്. ഇനി ഇതേ പ്രോസസ്സ് നമ്മൾ റൈറ്റ് എൻഡിലേക്കും ചെയ്യണം, നമ്മൾ ആദ്യം ചെയ്ത സ്റ്റിച്ചിൻ്റെ കോർണറിൻ്റെ. അപ്പോൾ റൈറ്റ് എൻഡിലേക്ക് ഈ എഡ്ജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇനി മാറ്റാനൊന്നുമില്ല, അത് തന്നെയാണ് നമ്മുടെ ബെഡ്ഷീറ്റിൻ്റെ അറ്റം. അപ്പോൾ അവിടുന്ന് ഒരു 1/4 ഇഞ്ച് താഴേക്ക്, അറ്റത്തുനിന്ന് അതായത് വക്കത്തുനിന്ന് 1/4 ഇഞ്ച് താഴേക്ക് 10 ഇഞ്ച് ഡിസ്റ്റൻസിൽ നമ്മുടെ ആദ്യത്തെ സ്റ്റിച്ചിൽ നിന്ന് വെച്ചു. അതിന് ശേഷം നമ്മളിപ്പോൾ പിൻ ചെയ്തതിൻ്റെ മറ്റേ എൻ്റെ, അതായത് എലാസ്റ്റിക് ഫ്ലിപ്പായി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേ ലെവലിൽ നിവർത്തി വെച്ചിട്ട് മറ്റേ അറ്റത്തും എലാസ്റ്റിക് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിൻ ചെയ്ത 2 ലൈനിൽ കൂടെ നമ്മൾ എലാസ്റ്റിക്കിനെ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, ലെഫ്റ്റ് എൻഡിലും റൈറ്റ് എൻഡിലും. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടണം. അപ്പോൾ ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. ഇവിടെയും സ്റ്റിച്ച് ചെയ്യണം, അതേപോലെ ഇവിടെയും സ്റ്റിച്ച് ചെയ്യണം.
ഇപ്പോൾ ഇതാ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എലാസ്റ്റിക്കിനെ ഉള്ളിലേക്കാക്കിയിട്ട് നമ്മുടെ ബെഡ്ഷീറ്റിൻ്റെ എഡ്ജ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ 4 ഇഞ്ച് നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നത്. എലാസ്റ്റിക്കോട് കൂടി മടക്കിയിട്ട് നമ്മൾ അറ്റത്ത് വിട്ടിട്ടുള്ള ആ 4 ഇഞ്ചിലാണ് നമ്മൾ സ്റ്റിച്ച് പോവേണ്ടത്, എലാസ്റ്റിക്കിൽ കൂട്ടാതെ. എലാസ്റ്റിക്കിൻ്റെ മേലെ സ്റ്റിച്ച് വീഴരുത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആവശ്യത്തിന് സ്ട്രെച്ച് ചെയ്ത് സാധാരണ എങ്ങനെയാണ് നമ്മൾ ബെൽറ്റൊക്കെ നമ്മളെന്തെങ്കിലും പാൻസിൻ്റെ ബെൽറ്റോ സ്കേർട്ടിൻ്റെ ബെൽറ്റൊക്കെ ചെയ്യുന്ന അതേപോലെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ മടക്കുക, എന്നിട്ട് ഈ 4 ഇഞ്ച് തുമ്പിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എലാസ്റ്റിക്കിൽ സ്റ്റിച്ച് വരരുത്. അപ്പോൾ ഞാൻ കാണിക്കാം എങ്ങനെയാണ്. ഇതിപ്പോൾ ഞാൻ മറ്റേ അറ്റത്തു നിന്നാണ് തുടങ്ങുന്നത്, ലെഫ്റ്റിലെ അറ്റത്തു നിന്ന് തുടങ്ങുകയാണ്. എലാസ്റ്റിക്കോട് കൂടിയിട്ട് മടക്കണം. എലാസ്റ്റിക്കിൻ്റെ വക്കിലെല്ലാം മടക്കുന്ന എലാസ്റ്റിക്കോട് കൂടി മടക്കി അതിന് ശേഷം ഇവിടെ ഇപ്പോൾ ഇത്തിരി അധികം അറ്റം കിടക്കുന്നുണ്ടല്ലോ, അപ്പോൾ അത് നമ്മൾ നോക്കണ്ട. എലാസ്റ്റിക്കിൽ നിന്ന് ഇങ്ങോട്ട് 4 ഇഞ്ച് നമ്മൾ വിട്ടിട്ടുള്ള ആ ലൈനിൻ്റെ ഉള്ളിൽ, ആ 4 ഇഞ്ചിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും തുന്നി കൊടുക്കുക. എലാസ്റ്റിക്കിൻ്റെ മേലെ സ്റ്റിച്ച് വീഴാതെ പ്രത്യേകം ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ 10 10 20 നമ്മൾ ആ ഡിസ്റ്റൻസ് വിട്ടിട്ടുള്ളത് അല്ലേ. അതിൻ്റെ ഉള്ളിൽ 8 ഇഞ്ച് മാത്രമേ എലാസ്റ്റിക് ഉള്ളൂ. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്കത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റാതെ വരും, എലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ നീഡിൽ നന്നായിട്ട് ഇറക്കി വെച്ച് ഫൂട്ട് പൊക്കി വെച്ച്, അതായത് മെഷീൻ്റെ ഫൂട്ട് പൊക്കി വെച്ചിട്ട് എലാസ്റ്റിക് നന്നായിട്ട് വലിച്ചു കൊടുക്കുക. മേലെ ഇങ്ങനെ ചുരുട്ടിയിട്ട് എലാസ്റ്റിക് വലിച്ച് ഇപ്പുറത്തേക്ക് എലാസ്റ്റിക്കിനെ ലൂസാക്കി കൊണ്ടുവന്നതിന് ശേഷം വീണ്ടും അതേപോലെ മടക്കി സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഈ അറ്റം വരെ ചെയ്യുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വരും. നീഡിൽ താഴ്ത്തി ഫൂട്ട് പൊക്കിയിട്ട് എലാസ്റ്റിക്കിനെ വലിച്ചിട്ട്, അതാണ് എലാസ്റ്റിക്കിൻ്റെ മേലെ സ്റ്റിച്ച് വീണ് കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ സ്റ്റിച്ചിലും തുടങ്ങിയ അറ്റത്തും കഴിയുന്ന അറ്റത്തും നമ്മൾ ഡബിൾ സ്റ്റിച്ച് ഇട്ടിട്ട് സെക്യൂർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നല്ല ടൈറ്റായിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞത് ഇങ്ങനെയുണ്ട്. ഒന്ന് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക, രണ്ടറ്റത്തും പിടിച്ച് നന്നായി സ്ട്രെച്ച് ചെയ്ത് കവർ ചെയ്യുന്ന ക്ലോത്ത് ഈവനായിട്ട് ചുളിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനെ ഈ പോക്കറ്റായിട്ട് കിട്ടും. ഇങ്ങനെ നമുക്ക് 4 കോർണറും ഒരേപോലെ ചെയ്തെടുക്കണം. 8 ഇഞ്ച് എലാസ്റ്റിക് വെച്ച് 10 ഡിസ്റ്റൻസിൽ മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഈ എക്സസ് ആയിട്ട് വരുന്നുണ്ടല്ലോ, എല്ലാറ്റത്തും ചിലപ്പോൾ ഇതുപോലെ എക്സസ് ആയിട്ട് വരാം, ബെഡ്ഷീറ്റിൻ്റെ ലെങ്ത്തിനനുസരിച്ചിരിക്കും. അത് നമ്മൾ വേണമെങ്കിൽ ഇതേപോലെ ത്രൂ ഔട്ട് മൊത്തം ബെഡ്ഷീറ്റിൻ്റെ 4 അറ്റത്ത് കൂടിയും ഈ മടക്കിയത് അങ്ങനെ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഞാൻ ചെയ്യുന്നില്ല, കാരണം ഇതിൻ്റെ ഓൾറെഡി റോ എഡ്ജല്ല, സ്റ്റിച്ച് ഉണ്ടല്ലോ അറ്റത്ത്, അതുകൊണ്ട് നൂലെടുക്കൊന്നുമില്ല. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നില്ല. വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ ഇടുന്ന സമയത്ത് എന്തായാലും അത് ബെഡിൻ്റെ അടിയിലേക്ക് പൊക്കോളും, കാണില്ല. അപ്പോൾ ഇങ്ങനെ 4 കോർണറും ചെയ്ത് കഴിഞ്ഞാൽ അത് ഫിറ്റഡ് ബെഡ്ഷീറ്റ് റെഡിയായി കഴിഞ്ഞു. എങ്ങനെയുണ്ട്, നല്ല നീറ്റായിട്ട് കിടക്കുന്നില്ലേ. അപ്പോൾ അത് നമ്മൾ എങ്ങനെ ഉപയോഗിച്ചാലും അത് ഇപ്പോൾ നമ്മളിങ്ങനെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കിത് ഈസി ആയിട്ട് തന്നെ വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളൂ. സാധാരണ ഒരു ബെഡ്ഷീറ്റ് വാങ്ങിയിട്ട് ഏത് ബെഡിന് ഏത് ബെഡ്ഷീറ്റ് എന്ന് ഫിക്സ് ചെയ്യുക, എന്നിട്ട് ബെഡിൻ്റെ സൈസിനനുസരിച്ച് ഉണ്ടാക്കി വയ്ക്കുക. ഇത്രേ ആവശ്യമുള്ളൂ. അപ്പോൾ അത് കുട്ടികൾ ചാടിയാലും മറിഞ്ഞാലും എങ്ങനെ യൂസ് ചെയ്താലും അതിനൊരു അനക്കവും പറ്റില്ല, നമുക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതാർക്കും വീട്ടിൽ ചെയ്യാവുന്നതേ ഉള്ളൂ, എല്ലാവർക്കും ആവശ്യമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എന്ത് ഫീഡ്ബാക്ക് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.